രേണുസുതി. പച്ചമാങ്ങ തിന്നാൻ ആഗ്രഹം. അതെന്താ അതെന്താ അങ്ങനെ ഒരു ആഗ്രഹം? മസാല ദോശ തിന്നാൻ. നീ ഏതായാലും സുധിച്ചേട്ടൻ മരിച്ചു പോയല്ലോ. കല്ലറയിൽ ചെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് നീ DNA ടെസ്റ്റ് എടുത്തിട്ട് നീ ഞാൻ എന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കും. ഒരു പണിക്ക് പോകാം. നീയും നിന്റെ കൂട്ടുകാരൻ ഡാനിയും കൂടെ കിട്ടുന്ന പൈസ ഇന്ന് അല്ലെങ്കിൽ ജോലി ചെയ്ത പൈസ ഇന്ന് എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ കുഞ്ഞിനും കൂടെ നീ ചെലവിന് ഞാൻ ഇരിക്കാം. എന്തായാലും എനിക്കും കെട്ടിയവനില്ലല്ലോ, മരിച്ചു പോകും. അപ്പൊ നീ കൊണ്ട് ചെലവിന് ഞാൻ വീട്ടിലിരിക്കാം. പിന്നെ എന്നെ അനുകൂലിച്ച് പറയുന്നോണ്ടാണല്ലോ നീ ഈ സജിന ചേച്ചിനെ ശ്രീധനൊക്കെ എടുത്തിട്ട് ഇറക്കി കയറ്റുന്നത്. ഏടാ അവരെങ്കിലും വേണ്ടേടാ സത്യം മനസ്സിലാക്കി സംസാരിക്കാൻ. എന്തുവാടെ ഒരു വിധവയായിട്ടുള്ള സ്ത്രീ ജീവിച്ച. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ കുറെ നാൾക്ക് ശേഷമാണ് ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത്. കുറെ നാളല്ല, 2 ദിവസം മുന്നേ ഞാൻ വന്നായിരുന്നല്ലോ അല്ലേ. അപ്പം ഒട്ടുമിക്കവർക്കും അറിയാലോ, ഞാൻ ഒരു ആക്സിഡന്റ് അതിനെ തുടർന്ന് കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അതിനെ തുടർന്ന് ഇന്നലെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ പോയത് കൊണ്ടാണ് ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ കഴിയാഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ലൈക്ക് അടിച്ചൊന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം കുറെ നാളായിട്ട് വീഡിയോ വിടുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് ആൾക്കാരിലോട്ട് എത്താൻ വളരെ പാടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഫോളോവേഴ്സ് അല്ലേ ഉള്ളൂ, നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അല്ലേ ഉള്ളൂ. ഏകദേശം ഒരു 3000-ലധികം ഫോളോവേഴ്സ് ഒന്നും നമുക്ക് ഇല്ല. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എന്റെ വിമർശന രീതികൾ ശൈലികളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളോട് എന്നോടൊപ്പം കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഞാനും കൂടെ അതുവഴി ഇതുവഴിയൊക്കെ ഒന്ന് ജീവിച്ചെന്ന് പൊക്കോട്ടെ. അപ്പൊ നമ്മൾ ഈ രേണുസുതിയുടെ ടോപ്പിക്ക് മാത്രമല്ല, ഇത് ജസ്റ്റ് നമുക്ക് റിലവന്റ് ടോപ്പിക് ഒന്നുമല്ല. ചില കാര്യങ്ങൾ നമുക്ക് റിലവന്റ് ആയിട്ട് തോന്നും. രേണു കാണിക്കുന്ന ചില പ്രവർത്തികൾ, സബ്സ്ക്രിപ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡബിൾ മീനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതു സ്ഥലങ്ങളിൽ വന്ന് പറയുമ്പോഴത്തേക്കും മറ്റു പലരും ഇത് ഇൻഫ്ലുവൻസ് ആയിട്ട് നമ്മുടെ വളർന്നു വരുന്ന സൊസൈറ്റി അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറ അതൊരു വഴി പിഴച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കിയിട്ട് അതല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഒരു കോമഡി പീസ് ആയിട്ട് നമ്മൾ അവതരിപ്പിക്കാറുമുണ്ട്, ജസ്റ്റ് ഫോർ എ ഫൺ എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ ഒരു സബ്ജക്റ്റ് മാത്രമല്ല, നമ്മൾ ഒരുപാട് റിലവന്റ് ടോപ്പിക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ എല്ലാവരും കാണണം. ഈ രേണുസുതി ടോപ്പിക്ക് തന്നെ നിങ്ങൾ എപ്പോഴും എന്റെ ഈ വീഡിയോ ഇങ്ങനെ കാണുന്നതുകൊണ്ടാണ് എന്റെ മറ്റ് ടോപ്പിക്കിന് ഒട്ടും പ്രേക്ഷകരില്ലാത്തത്. അപ്പൊ അതും കൂടെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമുള്ള ടോപ്പിക്കല്ലേ കൂടുതലും കാണേണ്ടത്. അപ്പം അതും കൂടെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ ലൈക്ക് അടിച്ച് തന്നെ കാണാൻ ശ്രമിക്കുക. ഞാൻ കുറെ നാളായിട്ടില്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ്. പിന്നെ നമ്മളൊന്ന് മാറി നിന്നപ്പോ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് അല്ലേ. ശരിയാണ്. അപ്പൊ രേണുസുതിയുടെ കുറച്ച് പരിപാടികൾ, വിഷുവൊക്കെ, ഒരു കാര്യം മറന്നുപോയി. എന്റെ എല്ലാ കൂട്ടുകാർക്കും, എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. ഇന്ന് വിഷു ആണല്ലോ. അപ്പം കുറെ അധികം കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെന്ന്, റിയാക്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം 1, 2, 3 പാർട്ടൊക്കെ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഏത് ഭാഗമാണ് റിയാക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ കമന്റ് എനിക്ക് ചങ്കാണ്. അപ്പൊ അത് നിങ്ങൾ ചെയ്യണം. അപ്പൊ ഏക്കാലും നമുക്ക് വെച്ച് താമസിക്കേണ്ട തുടങ്ങാം. പച്ചമാങ്ങ കടിച്ച് തിന്നുന്ന രേണുസുതി. പച്ചമാങ്ങ തിന്നാൻ ആഗ്രഹം. അതെന്താ അങ്ങനെ ഒരു ആഗ്രഹം? മസാല ദോശ തിന്നാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് കിട്ടാത്തോണ്ട് പച്ചമാങ്ങ. ശരിക്കും? അപ്പം RJ ലച്ചുവാണ് നമ്മുടെ രേണുസുതിയെ ഇത്തവണ വൈറ്റ് ഭാഷ അടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, RJ ലച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ കള്ളും കുപ്പിയും കഞ്ചാവ് എന്തുവാണ്, കള്ളിക്കുപ്പിയും കള്ളിപ്പെണ്ണും, അതാണ് അവന്മാരെടുത്ത് അമ്മാനമാടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അത് ഷൂട്ട് ചെയ്തത് നമ്മുടെ RJ ലച്ചുവാണ്. ആ ഒരു ഡയറക്ടറാണ് ഇപ്പൊ നമ്മളെ രേണ സുനിയെ വെളുപ്പിക്കാൻ വേണ്ടി അതിവിദഗ്ധമായിട്ട് നടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വന്ന ക്യാപ്ഷൻ എന്ന് വെച്ചാൽ, എന്തുകൊണ്ടായിരിക്കും രേണു ചേച്ചിക്ക് ഇതൊക്കെ കഴിക്കാൻ തോന്നുന്നത് എന്ന് മനസ്സിലായവർ കമന്റ് ചെയ്യണേ. അപ്പൊ ഇവന്മാർ ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത്? ഈ പച്ചമാങ്ങയും മസാല ദോശയും കഴിക്കുന്നതാണ് ഗർഭിണി ആയിരിക്കുമ്പോൾ വന്ന ഒരു ടോക്കുണ്ട്. പൊതുവെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പെണ്ണുങ്ങൾക്ക് പുളിയും ഇതുപോലെയുള്ള മസാല ദോശ, എനിക്ക് മസാല ദോശ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഒരു ആഗ്രഹം വരുന്ന ആ സമയത്താണ്. അപ്പൊ ഇത് ഇങ്ങോട്ടാണ് കൊണ്ട് എത്തിക്കുന്നത്. ആ ഒരു രേണുസുതി ഗർഭിണിയാണ് എന്നുള്ള ഒരു രീതിക്കാണ് ഇവിടെ വരുത്തി വെക്കുന്നത്. ഇത് ഇവന്മാർക്കൊക്കെ എന്തിന്റെ കേടാണെന്ന് എനിക്കറിയത്തില്ല. രേണുസുതി ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടുകയാണ്. പിന്നെ ഇവക്ക് നാണോ ഉളുപ്പൊന്നും ഇല്ലാത്തവളല്ലേ. നിറയെ സ്റ്റാറുകളാണ്. ഞാൻ ഇപ്പൊ എങ്ങനെ വരുന്നത് കുലങ്കശായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എങ്ങനെയാ കമ്പിത്തിരി വെച്ചെന്തോ കാണിക്കുന്നുണ്ട് കോട്ടയം സാരയില്. ചേച്ചി മദ്യപിക്കുമെന്ന് തുറന്നു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ടാണോ ചേച്ചിനെ എല്ലാരും വേട്ടയാടുന്നത്? ഒരു പരിധി വരെയാണ്. കാരണം എനിക്ക് മനസ്സിൽ കള്ളമൊന്നും നിൽക്കാത്ത ഒരാളാണ്. ആരാണ് മദ്യപിക്കാത്തവരാണ്? വല്ലപ്പോഴും നമ്മളൊക്കെ കോട്ടയംകാരികളാണ്. നമ്മൾ വല്ലപ്പോഴും ക്രിസ്മസിനൊക്കെ ബിയർ അടിക്കാറുണ്ട്. നമ്മൾ കോട്ടയംകാരികൾ വല്ലപ്പോഴും മദ്യപിക്കും. ഞാൻ കോട്ടയംകാരിയാണ്, 1-ാം തരം കാഞ്ഞിരപ്പള്ളിക്കാരിയാണ്. ഞാൻ ഈ തരം താന്ന പരിപാടിക്ക് പോകാറില്ല. ഞാൻ പോകാറില്ല. എനിക്കതൊട്ടും ഇഷ്ടവുമല്ല. മദ്യപാനം എന്നത് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു കുടുംബം നശിക്കാൻ അതിനപ്പുറം ഒന്നും വേണ്ട. മനസ്സിലായോ?
അപ്പം വളരെ ലാഭത്തോടെയാണ് നീയൊക്കെ എന്ത് തോന്നിവാസം കാണിച്ച് എന്തും കാണിച്ചിട്ടൊക്കെ നീയൊക്കെ ചെയ്യുന്ന പറ. അത് കോട്ടയംകാരെയും കൂടെ നെഞ്ചത്ത് കൊണ്ടിടാതെ അവരുടെ ഉച്ചിയിലും കൂടെ അടയ്ക്കാൻ വേണ്ടി രണ്ടും കൂടെ ഇറങ്ങി തിരിച്ചേക്കുക. മദ്യപിക്കാറുണ്ട്. ഞാനിപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ദുബായിലും ബഹറിലും ഒക്കെ പോകുന്നത് തന്നെ ഈ ഒരു ബാർ റെസ്റ്റോറന്റ് ഇനോഗ്രേഷനും പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതിലാണ് പോകുന്നത്. അപ്പൊ ഞാൻ വല്ലപ്പോഴും കഴിക്കുന്നത് സത്യമാണ്. അതിനെന്താണ് പ്രശ്നം? ഞാൻ ഈ പറയുന്ന ഇവളുമാരുടെ കാശിനല്ല. എടി നീ കഴിക്കാതിരിക്കോ കുടിക്കോ കുടിച്ചിട്ട് മലക്കം മറിയാതെ നിന്റെ വീട്ടിലിരുന്ന് ആയിക്കോ. ഈ പബ്ലിക്കിന്റെ മുന്നിൽ അത് ആരെ കേൾപ്പിക്കാൻ ആരെ കാണിക്കാൻ ഇവനെ വെള്ളം അടിച്ചാൽ വയറ്റി കിടക്കണം, സ്വാഭാവികം. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും അലമ്പത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എടുത്തിട്ട് റിയാക്ട് ചെയ്യും, എടുത്തിട്ട് പെരുമാറും. മനസ്സിലായില്ലേ? പിന്നെ ഇതൊക്കെ നീ ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞു നിന്നെ ഒരുപാട് കുട്ടികൾ, ഞാൻ എന്റെ പല വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾ ഇവിടെ കാണുമ്പോഴത്തേക്ക് ഓടി വന്ന് രേണു ചേച്ചി എന്ന് പറഞ്ഞ് ഓടി വരാറുണ്ട്. അപ്പൊ ആ കുട്ടികളുടെ ഒക്കെ ഇതിനകത്തോട്ട് ആ രേണു ചേച്ചി മദ്യപിക്കുമല്ലോ, ആ കൊള്ളാലോ സംഭവം, അപ്പൊ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ? അങ്ങനെയൊക്കെ ഒരു ഇത് വരും. ഇവന്മാര് നമ്മളൊരു സാധാരണ ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, ഇപ്പൊ എന്നെ പോലെയൊക്കെ ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഒരിക്കലും ഈ ഒരു ക്യാമറയും തുറന്നു വെച്ചിട്ട് ഈ വീഡിയോ എടുത്തിട്ട് മക്കളെ ഞാൻ 2 അടിക്കും കേട്ടോ, അടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് തെറ്റ്. പക്ഷെ അടിച്ചിട്ട് എന്റെ വീട്ടിൽ എനിക്ക് കിടക്കാം, ആരും അറിയത്തില്ല. നീ മദ്യപിക്കണ്ടെന്നോ കൂത്താടണ്ടെന്നോ വലിക്കണ്ടെന്നോ ആരും ഇവിടെ പറയുന്നില്ല. നീ ജോയിന്റ് അടിക്കോ അതടിക്കോ ഇതടിക്കോ മറ്റടിക്കോ മാട്ടടിക്കോ അടിക്കോ അതെന്തില്ല, അതൊക്കെ നിന്റെ ഇഷ്ടമാണ്, പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ പബ്ലിക്കിന്റെ മുന്നിലോട്ട് ഒരു ക്യാമറ എടുത്ത് വെച്ചിട്ട് പറയുമ്പോൾ അത് വേറൊരു പോക്കാണ്. അത് മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. പിന്നെ കോട്ടയംകാരെ ഒന്ന് വിട്ടുപിടിക്കുക. എല്ലാരും നിന്നെ പോലെ തരം താന്നവരല്ല, അത് നീ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ. എടി ഷബീന ബീവി, നീ കുറെ നാളായി തുടങ്ങിയിട്ട് എൻ്റെ ഇളയ കുഞ്ഞിന്റെ പിതൃത്വം തെളിയിക്കണം. ഓക്കെ, തെളിയിക്കാം. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ചെലവിന് നീ തെളിയിച്ചിട്ട് പോയാൽ മതി. നിന്റെ ചെലവിന് നീ ഏതായാലും സുധിച്ചേട്ടൻ മരിച്ചു പോയല്ലോ, കല്ലറയിൽ ചെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് നീ DNA ടെസ്റ്റ് എടുത്തിട്ട് നീ പാചകം അടിച്ചാൽ മതി. ഇവിടെ ഒരു കാര്യം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഷബീന ബീബി ഇവരും തമ്മിലുള്ള ഫൈറ്റ് ആണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിവിടെ കരയിലിരുന്ന് കളി കാണുവാണ്, നമ്മൾ ഗ്യാലറിയിൽ നിന്ന് കളി കാണുന്നു, നല്ല രസമുണ്ട്. പക്ഷെ അത് വന്ന് ഇപ്പൊ എവിടെ ഇപ്പൊ എവിടെ നിൽക്കുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിന്റെ പ്രഭുത്വം തെളിയിക്കുന്നതിനെ പറ്റി അവിടെയാണ് ഇപ്പൊ ചർച്ച വന്നിരിക്കുന്നത്. അതിനെ ചുക്കാൻ പിടിക്കാന് രേണു. അപ്പൊ ആ കൊച്ചിന്, അതായത് ഈ കൊച്ചിന് ഭാവിയിൽ ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങളെ കുറിച്ച് തള്ളയായി ഇവക്ക് യാതൊരു ഇതുമില്ല. തള്ളക്കില്ലാത്ത ചൊരു കേൾക്കാൻ നമുക്കുണ്ടാകേണ്ട കാര്യമില്ല. അപ്പം ഷെബീന ബീബി അത് പറയാനും അത് ഏറ്റിപ്പിടിക്കാനും രേണുസുതി. അപ്പൊ ഒന്നും പറയില്ല. ഇവര് ഇനി മുന്നോട്ട് പറയുന്ന വാചകങ്ങൾ ഓർത്തപ്പാണ് എനിക്ക് വണ്ടടിച്ചു പോയത്. അമ്പാ, ഇങ്ങനെ സ്ത്രീകളോ എന്ന് കേട്ടു നോക്ക്. നിന്റെ ചെലവ് എനിക്കും ഇതിനെ തെളിയിക്കണോടി. നീ തന്നെ തെളിയിച്ചോ. നീ ഒരു കാര്യം ചെയ്യ്, നീ ഏതായാലും മരിച്ചയാളുടെ DNA ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണമല്ലോ, കുഴി മാന്തണമല്ലോ. അപ്പൊ നീ അങ്ങനെ നിന്റെ റിസ്കിൽ നീ തന്നെ ചെയ്യണം, കേട്ടോടി. കഴിച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവര് ഇനി എവിടെയും പോയി വെള്ളം അടിച്ചിരിക്കുമ്പോൾ മൂക്കുമ്പോഴാണോ ഇങ്ങനെ എടുത്തിട്ട് വീഡിയോ റിയാക്ട് ചെയ്തിട്ട് നേരത്തില്ല. കണ്ടില്ലേ, എവിടെ റെസ്റ്റോറന്റിൽ അവിടെ ഇരുന്ന് കഴിക്കുവാണ്. അപ്പൊ ആ കൈ കാണാം കഴിച്ചോണ്ടിരിക്കുന്ന ആ സമയത്താണ്. എവിടെയെങ്കിലും പിടിച്ച് അടിച്ച് പിമ്പിരി ആയിട്ട് ഇരിക്കുമ്പോഴാണോ ഇങ്ങനത്തെ വീഡിയോ ഇടുന്നതെന്ന് എനിക്ക് സംശയം ഇല്ലാഴിയില്ല കേട്ടോ. പോയാൽ മതി. നിന്റെ ചെലവിന് നീ ഏതായാലും സുധിച്ചേട്ടൻ മരിച്ചു പോയല്ലോ, കല്ലറയിൽ ചെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട്. അപ്പം ഇവിടെ എന്താണെങ്കിലും ഫണ്ട് ഒരു വിഷയമാണ്. രേണുസുധിക്കെല്ലാം അങ്ങോട്ട് കൊടുത്തൊരു ശീലമില്ല, ഇങ്ങോട്ട് വാങ്ങിച്ച തൂമ്പാട സ്വഭാവമാണ്. എല്ലാം ഇങ്ങോട്ടുള്ള ഒരു കാഴ്ചപ്പാട് കൺസെപ്റ്റ് ജീവിക്കുന്ന സ്ത്രീയാണ്. അപ്പൊ ഫണ്ട് ഒരു വിഷയമായതുകൊണ്ട് നിന്റെ ഫണ്ടിൽ, അതായത് ഷെബീന ബീബിയുടെ ഫണ്ടില് അത് ചെയ്യാൻ തയ്യാറാണെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഇനി അടുത്ത ഡയലോഗാണ് ഹൈലൈറ്റ്, ഒന്ന് കേട്ട് നോക്ക്. DNA ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണമല്ലോ, കുഴി മാന്തണമല്ലോ. അപ്പൊ നീ അങ്ങനെ നിന്റെ റിസ്കിൽ നീ തന്നെ ചെയ്യണം, കേട്ടോടി. അപ്പൊ ഇതാണ് ഇത്. അതായത് ഇവരുടെ ഹസ്ബൻഡ് ആണ്. ഇവർ ഇത്രയും വർഷത്തോളം അദ്ദേഹം മരിക്കുന്നിടം വരെ കൂടെ കഴിഞ്ഞാണ് അല്ലെ. അവരെ കഴുത്തിൽ താലി കെട്ടിയതാണ്, അവരുടെ കൊച്ചിന്റെ അച്ഛനാണ്. അപ്പൊ മരിച്ച് കുഴി കിടക്കുന്ന ഒരാൾക്ക് ഒരു സമാധാനം കൊടുക്കത്തില്ല. അത് എന്ത് ലാഘവത്തോടെയാണ് അവർ പറയുന്നത്. നിന്റെ ചെലവില് നീ ആ കുഴി മാന്തി എടുക്കാൻ. അപ്പൊ ഞാൻ ഇത് കേട്ടപ്പോ അയ്യോടാന്ന് പറഞ്ഞ് വണ്ടടിച്ചു പോയി, സീരിയസ്ലി മാൻ. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും, അതിൽ ഭർത്താവ് എന്ന് നിരന്തരമായിട്ട് ഭാര്യയെ ശല്യപ്പെടുത്തുന്നു, ഒരു സമാധാനം തരാതെ മരിച്ചു പോയ ഒരാളാണെന്നിരിക്കട്ടെ, എന്നാൽ കൂടിയും ഒരു ഭാര്യയും ഇങ്ങനെ വന്നിട്ട് റിയാക്ട് ചെയ്തില്ല ഗൈസ്. ഇങ്ങനെ ഒരിക്കലും വന്നിട്ട് പറയത്തില്ല. മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തേ പറയുള്ളൂ. മരിച്ചതാണെങ്കിലും ജീവിച്ചിരിക്കും. ഒരുപക്ഷെ സുഹൃത്തുക്കളോട് പറഞ്ഞിരിക്കാം, സുഹൃത്തുക്കളോട് എനിക്ക് അദ്ദേഹം സമാധാനം തരുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കാം. പക്ഷെ ഒരു കാരണവശാലും 10 പേര് കൂടി നിൽക്കുന്നിടത്ത് ഭാര്യമാർ ഒരിക്കലും തന്റെ ഭർത്താവിനെ തരം താഴ്ത്തി പറയത്തില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ ഈ രേണുസുധി എന്ന് പറഞ്ഞ ഒരു സാധനം എപ്പോഴും ഒരു അത്ഭുതം തന്നെയാണ് നമുക്ക് കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പൊ എന്തോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പൊ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം.
അപ്പൊ രേണുസുതി ഈ എന്താണ് അതുലിനും ഡാനിയലും എന്താണ് വെല്ലുവിളിച്ചുകൊണ്ട് വരുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് ദിവസമായിട്ട് അതുലും ഡാനിയും നേരിടുന്ന ഒരു പ്രശ്നമാണ് എന്താണ് രേണുവിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അവളെ വിളിപ്പിക്കാൻ നടക്കുന്നു. അതാണ് ആ ബിബിൻ ലാലിന്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു നിർമ്മാതാവ് എന്ന സംവിധായകനാ എന്ത് കുന്തമല്ലോ ആട്ടെ. അപ്പൊ അവൻ ഊടായ്പാണ്, അവൻ പക്ക ഊടായ്പാണ്, ഇവിടെ അതിനേക്കാളും വലിയ ഊടായ്പാണ്. ഊടായ്പകൾ തമ്മിലുള്ള ഇതാണ്. അപ്പം അതിലെന്താണ് അതുലാണോ ഡാനിയാണോ എന്നറിയത്തില്ല, ഇവര് എന്താണോ ആ നിർമ്മാതാവിന്റെ ഒരു പക്ഷം ചേരുന്നുണ്ടായിരുന്നു. അപ്പം ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞ സ്ഥിതിക്ക് കുറെ അധികം ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതിലും ഡാനി ഇവിടെ നിന്ന് പൈസ വാങ്ങിച്ചു. അപ്പൊ അതിന് ഒരു റിയാക്ഷൻ വീഡിയോ എന്ന പോലെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അതുലിന് ഒരു ഫ്രണ്ടാണ്, അറിയാം. ഡാനി ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല, എന്റെ ഫ്രണ്ട് അല്ല, ജസ്റ്റ് 1-2 തവണ സംസാരിച്ച് പരിചയമുണ്ട്, അല്ലാതെ കൂടുതൽ എനിക്ക് അറിയത്തൊന്നുമില്ല. അപ്പം ആ ഒരു പരിചയത്തിന്റെ പുറത്ത് ഞാൻ പറയുകയാണ്, ഇവന്മാർ രണ്ടുപേരും അങ്ങനത്തെ ഒരു ടൈപ്പുകളല്ല. അങ്ങനെ എസ്പെഷ്യലി അങ്ങനെ രേണുസുതി അവന്മാർക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടാ എന്നാണ് എനിക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലായത്. ഒരിക്കലും അവന്മാരങ്ങനെ ചെയ്തില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഏതായാലും രേണുസുതി അതിനെ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് കണ്ടു നോക്കാം. നമസ്കാരം, രേണുസുതിയാണ്. ആദ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഡാനി സത്യ, ഡാനി സത്യ ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയോ ആദ്യത്തെ ഒരു പെണ്ണ്? അല്ലല്ലോ. നീ പിന്നെ എന്തുവാടാ നീയും നിന്റെ കൂട്ടുകാരൻ അതിലും ഈ കിടന്ന് കൊണന്ന് പറഞ്ഞ് ഈ സംസാരിക്കുന്നത്? നാണം കൊണ്ടോടാ നിനക്കൊക്കെ? ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വ്യക്തി? ഇതിന് മുന്നേ തുടങ്ങിയവരുണ്ടല്ലോ, നീ പൂട്ടിക്കാൻ നടക്കുവോ? ഇപ്പൊ കളി പഠിക്കും നീയൊക്കെ, മനസ്സിലായി? എന്റെ പൂട്ടിക്കാൻ നടക്കുന്നില്ല. ഒന്ന് ചോണയുണ്ടെങ്കിൽ അതുലെ ഡാനി സത്യ ചോണയുണ്ടെങ്കിൽ നീ പൂട്ടി കാണിക്കണം. പിന്നെ ഞാനേ അപ്പൊ ഇവള് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിനെ തുടർന്നുള്ള വിഷയമാണ്. ഡാനി അങ്ങനെ എന്തോ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഇത് പൂട്ടിക്കണം, ഡാനിയിലും അതുലിനും വെല്ലുവിളിക്കാണ്, പൂട്ടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. അപ്പൊ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഈ പരിപാടി കോൺസെപ്റ്റ് തന്നെ തെറ്റാണ്. മെറ്റ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ അവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലേ ഇവൾമാരൊക്കെ ഇങ്ങനെ ഒരു രീതിക്ക് ഇത് മുതലെടുക്കുമെന്ന്. ശരിക്കും ഇവൾമാരെ പോലുള്ള ഈ ഞാൻ പറയുന്നില്ല, ഇവൾമാർ കാണിക്കുന്ന തോന്നിവാസം കാരണം കുറെ അധികം പെമ്പിള്ളാര് ഇത് ഇൻഫ്ലുവൻസ് ആയിട്ട് കഴിഞ്ഞ ദിവസം സബർണ എന്ന് പറഞ്ഞ ഒരുത്തി പബ്ലിക്കായിട്ട് മൂത്രം ഒഴിക്കാണ്ട് പോകുന്നു. ഞാൻ അതെടുത്ത് റിയാക്ട് ചെയ്യണമെന്ന് ഓർത്തതാ. പിന്നെ ഒരു കാര്യം പറയാനുള്ള, ഞാൻ ഈ ഒരു ടോപ്പിക്ക് മാത്രമല്ല, ഞാൻ അത്യാവശ്യം റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ അതൊന്ന് കണ്ടൊന്ന് സഹകരിക്കണം. എന്ന് വെച്ചാൽ രേണുസുതി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും രേണുസുതിയുടെ ഇത് മാത്രം കാണാണ്ട് വരികയാണ്. അപ്പൊ ഇതുപോലെയുള്ളവന്മാരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് വിടുന്നതുകൊണ്ടാണ് ഇതുപോലത്തെ കുറെ അധികം സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇന്ന് തന്നെ സഫ എന്നൊരുത്തി അവള് ഇത് തുടങ്ങിയിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഈ എന്താണ് ഈ ഇറക്കം കുറഞ്ഞുള്ള നെക്കിറങ്ങിയ സംഭവവും നമ്മൾ ഈ ആണുങ്ങളെ എന്നെ വശീകരിക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് ആണ് ഇവന്മാർ ഇടുന്നത്. ഞാൻ മാന്യമര്യാദയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ ആരെയും കുറ്റം പറഞ്ഞും ആരെയും ക്രിട്ടിസൈസ് ചെയ്തും ഒരു മുറിക്കകത്തിരുന്ന് അല്ലെങ്കിൽ ഫോൺ വെച്ചുകൊണ്ട് ഞാൻ ആരെയും വിറ്റ് തിന്ന് ജീവിക്കുവല്ല. ഞാൻ എനിക്കറിയാവുന്ന തൊഴിൽ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ അത് ഞാൻ തുടങ്ങിയപ്പോഴാണല്ലോ നിങ്ങൾക്ക് ഇത്ര വലിയ സംഭവമാക്കിയേക്കുന്നത്. നിനക്ക് അതുലിനോട് ഇനി പറയാം, നാണോ മാനോ കെട്ട അതുലേ, നിനക്ക് നാണം ഉണ്ടോടെ എന്റെ സബ്സ്ക്രിപ്ഷൻ? ആ ഒരു പോയിന്റിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ രേണു. നീ എവിടെ മാന്യമര്യാദയ്ക്ക്, ഇങ്ങനെയാണോ മാന്യമര്യാദയ്ക്ക് ജീവിക്കുന്നത്? അപ്പൊ മാന്യമര്യാദയ്ക്ക് ജീവിക്കുന്നവരെ കണ്ട എന്ത് പറയും? നീ മാന്യമര്യാദയ്ക്കല്ല, നീ അഴിഞ്ഞാടി ജീവിക്കുന്ന വ്യക്തി എന്ന് വേണം പറയാൻ. അവിടെ ഒരു തിരുത്തുണ്ട്. എങ്ങനെ പറയണം? ഞാൻ അഴിഞ്ഞാടി ജീവിക്കുന്ന രേണുസുതി പറയുമ്പോഴത്തേക്ക് കേട്ടോ, അഴിഞ്ഞാടി ജീവിക്കുന്ന വ്യക്തിയാണ് രേണുസുതി. മാന്യമര്യാദ എന്നുള്ള വാക്ക് നിന്റെ 7 അയലത്ത് പോലും എത്തിക്കാൻ പറ്റത്തില്ല. കയറിയിട്ട് എന്റെ സബ് എടുത്തിട്ട് നീ കണ്ട് ആസ്വദിച്ചിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് പുറത്ത് വിട്ട് വലിയ സംഭവമാക്കാൻ നീ കാരണം എനിക്ക് കുറച്ച് പ്രൊമോഷനാണ് കിട്ടുന്നത്. മനസ്സിലായോ? നാണം ഉണ്ടോ അതിൽ? നീ ഈ പോലീസ് സ്റ്റേഷൻ ഈ ഞങ്ങളുടെ ഈ ചങ്ങനാശ്ശേരിയിലെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയതൊക്കെ നീ മറന്നുപോയോ? മറന്നുപോയോ? ഇനി നിന്നെ കേട്ടണോ? ഡാനി പിന്നെയും കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സത്യങ്ങൾ മനസ്സിലാക്കി പറയടാ. അതിൽ നിനക്ക് അതിന് പോലും കഴിയുന്നില്ലല്ലോ. നീ ആരെയൊക്കെ പേടിയാണ് നിനക്ക്. ഞാൻ ചെയ്യുന്ന സത്യങ്ങളും എന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും നിനക്ക് പറയാൻ പേടിയാണ്. പിന്നെ എന്റെ അച്ഛൻ തങ്കച്ചിനെ പറ്റി നീ പറഞ്ഞല്ലോ, അത് പറയാൻ നിനക്ക് ഒരു യോഗ്യതയില്ല. കാരണം എന്റെ തന്ത കഷ്ടപ്പെട്ട് തന്നെയാണ് എന്നെ വളർത്തിയത്. നീ നിന്റെ തന്ത പഠിപ്പിച്ചതാണ് നീ ഇപ്പൊ പാടുന്നത്. മനസ്സിലായോ? ഞാൻ അങ്ങനെയല്ല. തന്തേന്ന് പറയാൻ പോലും പറ്റില്ല, അച്ഛൻ എന്നാണ് ഞാൻ പറയേണ്ടത്. പക്ഷെ തന്തേന്ന് എന്റെ വായിൽ ഞാൻ അനാവശ്യമാക്ക് പറയുന്നില്ല, അച്ഛൻ തന്നെ പറയാം. തന്തേന്ന് പറഞ്ഞ് ക്ഷമിക്കുക, അച്ഛൻ തന്നെ ഞാൻ പറയാം. നിന്റെ അച്ഛൻ പഠിപ്പിച്ചാണ് നീ ഇപ്പൊ പാടുന്നത്. പക്ഷെ എന്റെ അച്ഛൻ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. മനസ്സിലായോ? നീ ഈ കിടന്ന് പറയുന്നത് നിനക്ക് നാണമാകുന്നില്ലേ? അതുപോലെ എന്തൊക്കെ നിർത്താറായിട്ടില്ല ഇത്? അച്ഛൻ തങ്കച്ചനെ കുറിച്ച് ഒന്നും പറയാനില്ല രേണു. നിന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ ലോകത്ത് ഇതുപോലൊരു അച്ഛനെ ഒരു മനുഷ്യർക്കും കൊടുക്കരുതെന്ന് എന്റെ ഒരു കാഴ്ചപ്പാടി വെച്ച് നോക്കുമ്പോഴത്തേക്ക്. എന്ന് വെച്ചാൽ ഇതുപോലെ നട്ടില്ലാത്ത ഒരു മനുഷ്യൻ നമ്മളെങ്ങാനും ആണ് ഇങ്ങനെ നടന്നിരുന്നെങ്കിൽ സത്യം പറഞ്ഞല്ലോ എന്നെയൊക്കെ പണ്ടേ എന്റെ പപ്പ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി എന്നെ നാട് കടത്തുമായിരുന്നു. എന്റെ പൊന്നെ, എന്നാലും എന്റെ പൊന്നുമോളെ നിന്നെയൊക്കെ സമ്മതിക്കണം. ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരു ഉളുപ്പുമില്ല. നിന്നെയൊക്കെ ഇപ്പോഴും നിന്റെ തന്തയും തള്ളയും ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, ഒന്നും പറയാനില്ല.
എന്നിട്ട് കഷ്ടപ്പെട്ട് വളർത്തുക. നിന്റെ തന്തയും തള്ളയും നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയിരുന്നെങ്കിൽ, അവര് ആവുന്ന കാലത്ത് 10 തൈ വെച്ചിരുന്നെങ്കിൽ ഇനി നിനക്ക് ഈ ഒരു കോപ്രായം കാണിച്ച് കാശുണ്ടാക്കുന്ന ഗതികേട് വരുത്തില്ലായിരുന്നു. അപ്പൊ അവരെയൊക്കെ ഒരു അച്ഛനമ്മ എന്നൊരു ലേബലിട്ട് വിളിക്കാമോ? വളരെയധികം കഷ്ടം തോന്നുന്നു രേണു. അപ്പൊ ഗൈസ്, എനിക്ക് തീരെ ഒന്നും സമയമില്ല. കുറെ അധികം കാര്യങ്ങൾ പറയാനുണ്ട് ഈ ഒരു സബ്ജക്റ്റിനെ തുടർന്ന്. കുറെ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. പറ്റുവാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അടുത്തൊരു വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പറ്റിയില്ലെങ്കിൽ നാളെ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതെല്ലാം കുറെ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. കുറെ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പൊ മറക്കണ്ട, എല്ലാവരും എന്നാണ് ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ അതെനിക്ക് അത്യാവശ്യമാണ്. ഒരുപാട് ആൾക്കാർ നമുക്ക് സ്ഥിരമായിട്ട് കമന്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാവർക്കും താങ്ക്സ്. പിന്നെ ഒരിക്കൽ കൂടി വിഷുദിനാശംസകൾ. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.